അകലെ അകലെ മദീന ഒരു നോക്കു കാണാൻ ഒരുപാട് മോഹം. പറന്നെത്തിടാൻ ഞാൻ മനസ്സലയെന്നും പറന്നെത്തിടാൻ ഞാൻ മനസ്സലയെന്നും സലാമേഘനേ അല്ല വിധിയേഘനേ പാദാതികേശം കിനവൊന്നു കാണാൻ പാദാതികേശം കിനവൊന്നു കാണാൻ പാരാകെ വാഴ്ത്തും മേലതൊന്നു ചൊല്ലാൻ താരാപദങ്ങൾ സലം ചൊല്ലും നേരം താരാപദങ്ങൾ സലം ചൊല്ലും നേരം താരാട്ട് പോലും നിൻ മുന്നിൽ തോൽക്കും. കാണാനാശിച്ച് ദിനരാത്രം പോകും കാണാനാശിച്ച് ദിനരാത്രം പോകും മരണത്തിന് മുമ്പേ പൂമുഖം കാണാൻ കാരുണ്യകടലായ റഹ്മാനോട്. എത്ര മനോഹരമായിട്ടാണ് അമ്മ പാടിയിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച, അമ്മയുടെ കയ്യിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഫോട്ടോയും കയ്യിൽ വെച്ചിട്ട് മുത്തു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വളരെ മനോഹരമായിട്ട് തന്നെ അമ്മ പാടിയില്ലേ? സത്യത്തിൽ ഇതല്ലേ നമ്മുടെ സുന്ദരമായ ഈ കൊച്ചു കേരളത്തിന്റെ റിയൽ സ്റ്റോറി എന്നൊക്കെ പറയുന്നത്? സാഹോദര്യങ്ങൾക്കും സൗഹാർദ്ദത്തിനും മതേതരത്വത്തിനും വില കൽപ്പിച്ച് മനുഷ്യനെ മനുഷ്യനായി കണ്ട് സ്നേഹിച്ച് മുമ്പോട്ട് പോകുന്ന നമ്മുടെ ഈ കൊച്ചു കേരളം എത്ര സുന്ദരമാണ്. ഈ മനോഹരമായ സാഹോദര്യവും സൗഹാർദ്ദവും ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഒരു വിഭാഗം നികൃഷ്ടജീവികൾ നമുക്കിടയിലേക്ക് കടന്നു കയറിയിരിക്കുന്നത്. ആ നികൃഷ്ടജീവികളോട് ഒന്നേ പറയാനുള്ളൂ, കേരളത്തിന്റെ ചരിത്ര പുസ്തകത്താളുകൾ എടുത്ത് ഒന്ന് മറിച്ചു നോക്കണം. അപ്പോൾ കാണാൻ പറ്റും, ജാതി മതഭേദമന്യേ എല്ലാ മനുഷ്യരും തോളോട് തോൾ ചേർന്ന് വളരെ സൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് മുന്നോട്ട് പോകുന്ന ആ റിയൽ സ്റ്റോറി. ഏതായാലും നമ്മുടെ സാഹോദര്യവും സൗഹാർദ്ദവും എന്നും ഇതുപോലെ സന്തോഷത്തോടെ നിലനിൽക്കുകയും നമ്മുടെ ഈ സാഹോദര്യം തകർക്കാൻ നമുക്കിടയിലേക്ക് കടന്നു കയറാനിരിക്കുന്ന ചെന്നായ്ക്കൂട്ടങ്ങളെ തിരിച്ചറിഞ്ഞ് അവരെ അടിച്ചോടിക്കുകയും ചെയ്യുക.